وبارك وسلم عليه. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക നബിയെ, പറയുക, ഇന്ന സ്വലാത്തി വനുസുക്കി, എൻ്റെ നിസ്കാരവും എൻ്റെ ആരാധനാ കർമ്മങ്ങൾ മുഴുവൻ, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതവും എൻ്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവേശ്വരനായ സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനുള്ളതാണ്. ലാ ശരീക ലഹ് വബിദാലിക ഉമിർത് വഅന അവ്വലുൽ മുസ്ലിമീൻ. ലാ ശരീക ലഹു, അല്ലാഹു ഏകനാണ്, ഒരേ ഒരുത്തനാണ്, അല്ലാഹുവിന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, ആ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുവാനാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ആദ്യത്തെ മുസ്ലിമാൻ, ഞാൻ ഒന്നാമതായി അല്ലാഹുവിന് വഴിപ്പെടുന്ന ആളാണ്. അവ്വലുൽ മുസ്ലിമീൻ എന്ന് പറയണേ റസൂലേ എന്ന് അല്ലാഹു ഹബീബിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വദൂദാണ്, ജീവിതത്തിന് ആവശ്യമായത് മുഴുവൻ അല്ലാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിജയത്തിന് ആവശ്യമായത് മുഴുവൻ മനുഷ്യന് നൽകിയവനാണ് അല്ലാഹു. ആ അർത്ഥത്തിൽ അല്ലാഹു സ്നേഹനിധിയായ വദൂദാണ്. ഇനി വദൂദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ നമ്മളോട് സ്നേഹമുണ്ടാക്കി തരുന്നവൻ, ജനങ്ങളിൽ നിന്ന് സ്നേഹം അല്ലാഹു നമുക്ക് നൽകുന്നവൻ. നമ്മുടെ മക്കളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സുഹൃത്തുക്കളിൽ, നമ്മുടെ കൂട്ടുകാരിൽ, ഒരു പരിചയമില്ലാത്ത ആളുകളിൽ അല്ലാഹു സ്നേഹമുണ്ടാക്കുന്നുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുപാട് നിഅമത്തുകൾ നൽകിയതിൽ, അനുഗ്രഹങ്ങൾ നൽകിയതിൽ അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമായ അനുഗ്രഹമാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു കാരുണ്യവും സ്നേഹവും ഉണ്ടാക്കി തന്നത്. വമിൻ ആയാതിഹി, അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് സൂര്യൻ, ചന്ദ്രൻ, വദ്ദുഹാ വല്ലൈലി ഇദാ സജ, പ്രഭാത കിരണത്തെ തന്നെയാണ് സത്യം, രാത്രിയെ തന്നെയാണ് സത്യം, പകലിനെ തന്നെയാണ് സത്യം. വത്തീനി വസ്സൈതൂൻ, സൈതൂനിനെ തന്നെയാണ് സത്യം, അത്തിപ്പഴത്തെ തന്നെയാണ് സത്യം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, മക്കയെ തന്നെയാണ് സത്യം. ഇങ്ങനെ അല്ലാഹു സത്യം ചെയ്ത വിഷയങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. അതിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തമാണ് അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ, അല്ലാഹു നിങ്ങൾ കിണകളായി മനുഷ്യരിൽ നിന്ന് ആണും പെണ്ണുമായി രണ്ടായി അല്ലാഹു മനുഷ്യനെ പടച്ചത് അല്ലാഹു തന്ന വലിയൊരു അനുഗ്രഹമാണ്. കാഴ്ചയിൽ ഒരുപോലെയാണ് മനുഷ്യർ, പക്ഷേ ഒന്നാണാണ്, ഒന്ന് പെണ്ണാണ്. രണ്ടാൾക്കും രണ്ട് ക്വാളിറ്റിയാണ്. മനുഷ്യരെന്ന നിലയിൽ അവർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങൾ ഒരുപോലെയാണ്. പക്ഷേ ഒരാൾ മറ്റൊരാളിൻ്റെ ജീവിതത്തിൻ്റെ പരിപൂർണതക്ക് ആവശ്യമാണ്. ഓരോരുത്തർക്കും ഒറ്റയ്ക്ക് സമാധാനമില്ല. ലിതസ്കുനു ഇലൈഹ, ആ ഭാര്യയിലേക്ക്, ആ ഇണയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടെ മനസ്സമാധാനം നൽകുന്നതിന് വേണ്ടി, മനസ്സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഇണയെ തന്നത് അല്ലാഹുവിൻ്റെ വലിയൊരു ദൃഷ്ടാന്തമാണ്. അതുമാത്രമല്ല, വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു മവദ്ദത്തും റഹ്മത്തും ചെയ്തിരിക്കുകയാണ്. മവദ്ദത്തും റഹ്മത്തും, കരുണയും സ്നേഹവും. നമ്മൾ പറഞ്ഞു റഹ്മത്തും മവദ്ദത്തും, അല്ലെങ്കിൽ ഹുബ്ബും മവദ്ദത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മഹബ്ബത്ത് ഖൽബിനുള്ളിൽ കിടക്കുന്ന സംഭവമാണ്. മവദ്ദത്ത് ആ സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഭാര്യ ഭർത്താക്കന്മാർ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. അവർ സ്നേഹം പ്രകടിപ്പിക്കണമെന്നാണ്. ഭർത്താവിന് വലിയ സ്നേഹമാണ്, പക്ഷെ ഒരിക്കലും ഒരു നല്ല വാക്ക് ഭാര്യയോട് ഇക്കാലം വരെ പറഞ്ഞിട്ടില്ല. വലിയ സ്നേഹമുള്ള ആളാണ്, മനസ്സിലുണ്ട് എന്ന് എനിക്കറിയാം, പക്ഷെ മൂപ്പര് പ്രകടിപ്പിക്കാത്ത ആളാണ്, അങ്ങനെ പറയും. അതൊരു നല്ല ക്വാളിറ്റി അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഭാര്യമാരെ ഓമന പേര്, സ്നേഹത്തിന്റെ പേര് വെച്ച് വിളിക്കുമായിരുന്നു. യാ ആയിഷു, ആയിഷ എന്ന പേര് മുഴുവൻ വിളിക്കൂല നബി തങ്ങൾ. യാ ആയിഷു, ആയിഷേ എന്ന് വിളിക്കും. ആയിഷു എന്ന് വിളിക്കുന്നത് ആയിഷ എന്ന പേരിന്റെ ഒരു ചുരുക്കപ്പേരാണത്. യാ ആയിഷ്,
എന്റെ പ്രിയപ്പെട്ടവളായ ആയിഷ എന്നാണ് അതിനർത്ഥം. പിന്നെ നബി തങ്ങൾ ചിലപ്പോൾ പറയും യാ ഹുമൈറാ, സൗന്ദര്യമുള്ളവളെ എന്നാണ് ആ വാക്കിനർത്ഥം. യാ ഹുമൈറാ, സൗന്ദര്യമുള്ളവളെ, വെളുത്ത നിറമുള്ളവളെ എന്നാണ് അതിന്റെ വാക്കിനർത്ഥം. ചമന്നവളെ എന്ന് പറയാം. യാ ഹുമൈറാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് തമാശ പറയുമായിരുന്നു, ചിരിക്കുമായിരുന്നു. എപ്പോഴും ഗൗരവമല്ല. പക്ഷെ ഇദാ ഹദറത്തിസ് സ്വലാ, നിസ്കാരത്തിന് സമയമായാൽ കഅല്ലം യഅരിഫ്നാ വലം നഅരിഫുഹു, ബാങ്കാണ് വിളിച്ചാൽ നബിക്ക് ഞങ്ങളെയും അറിയില്ല, ഞങ്ങൾക്ക് നബിയെയും അറിയില്ല. പക്ഷേ അതുവരേക്കും കാന യംസഹു, നബി തങ്ങൾ തമാശ പറയും. വയദ്ഹഖു, തങ്ങൾ ചിരിക്കും, ഞങ്ങളെ ചിരിപ്പിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അത് സ്നേഹമാണ്, അത് മവദ്ദത്താണ്, അത് സ്നേഹത്തിന്റെ പ്രകടനമാണ്. ഇതൊക്കെ നമുക്ക് മാതൃകയാക്കാനുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്വത്താണ്, നമുക്ക് മാതൃകയാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു നിങ്ങൾക്കിടയിൽ സ്നേഹവും റഹ്മത്തും അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലെല്ലാം ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ജീവിതത്തിൽ കണ്ടു പരിചയമില്ലാത്ത രണ്ടാളുകളെ അവർ ജീവിതത്തിലേക്ക്, നിക്കാഹിലൂടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അവരുടെ മനസ്സുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കുന്നത് അള്ളാഹുവാണ്. കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം, 2 ദിവസം, ഒരാഴ്ച ആയിട്ടുണ്ടാവുള്ളൂ, ഭർത്താവ് ഗൾഫിലേക്ക് പോരുകയാണ്. ആ പെണ്ണ് പിന്നെ പൊട്ടിക്കരയാണ്. വസ്ത്രം പിടിച്ചു വെക്കുകയാണെങ്കിൽ പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ചുറ്റുമുള്ള ആളുകൾ കണ്ട് അത്ഭുതപ്പെടുകയാണ്. എന്ത് കരച്ചിലാണിത്, എന്താണിത്? പരിസരം മറക്കുകയാണ്. കുറഞ്ഞ ദിവസങ്ങളെ ആയിട്ടുള്ളൂ അവര് ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്. പക്ഷേ അപ്പോഴേക്കും അവരുടെ കൽബുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കിയത് അള്ളാഹുവാണ്. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന ഒരു വഴിയിലൂടെയാണ് നിങ്ങൾ നിക്കാഹിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അല്ലാഹു നിങ്ങൾക്കിടയിൽ റഹ്മത്തും മവദ്ദത്തും സൃഷ്ടിക്കുന്നുണ്ട്. ഇതിലെല്ലാം ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്, അല്ലാത്തവർക്ക് അത് നോർമലല്ലേ എന്നാ പറയാം. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ചിന്തിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. എത്രയോ പ്രേമം നടിച്ച് കാമുകന്മാരായിട്ട് ജീവിച്ചിട്ട്, ഒരുപാട് കറങ്ങിത്തിരിഞ്ഞ് നടന്നിട്ട്, വഴിവിട്ട് ജീവിച്ചിട്ട്, അവസാനം മടുപ്പ് വന്ന് രണ്ടുപേരും എന്നേക്കുമായി പിരിഞ്ഞു പോകുമ്പോ രണ്ടാളും 2 വഴിയിലേക്ക്. അവർക്ക് സങ്കടം തോന്നുന്നില്ല, വേർപാടിന്റെ വിരഹം തോന്നുന്നില്ല. അത് കഴിഞ്ഞു, അവള് പോയി, ഇനി വേറെ ഒരുത്തിയാണ്, അവൻ പോയി, ഇനി വേറെ ഒരുത്തനാണ്. ഇങ്ങനെ സ്നേഹത്തിന്റെ വിലയും മൂല്യവും അറിയാതെ, അള്ളാഹു നൽകുന്ന മവദ്ദത്തും റഹ്മത്ത് പോലും ആസ്വദിക്കാൻ കഴിയാതെ, നിക്കാഹിലൂടെ അല്ലാതെയുള്ള സർവബന്ധങ്ങളും ശിഥിലമായി തകർന്ന് തരിപ്പണമായി പോകുമ്പോ, വിവാഹം കഴിഞ്ഞതിന് ശേഷം എത്രയധികം വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ പോലും തന്റെ ഭർത്താവിന് വേണ്ടി കരയുന്ന ഭാര്യയും ഭാര്യയോർത്ത് കരയുന്ന ഭർത്താവും വേർപെടാൻ കഴിയാതെ യാത്ര പോകുമ്പോൾ പോലും വേദനിക്കുന്ന ഹൃദയങ്ങൾ, ഇത് അല്ലാഹു നിക്കാഹിലൂടെ നൽകുന്ന ബന്ധത്തിന് അല്ലാഹു നൽകുന്ന അല്ലാഹുവിന്റെ സമ്മാനമാണ് മവദ്ദത്തും റഹ്മത്തും. അത് നിക്കാഹിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന റബ്ബിന്റെ സമ്മാനമാണ് മവദ്ദത്തും റഹ്മത്തും. അല്ലാഹുവിന്റെ കരുണയാണത്, അല്ലാഹു നൽകുന്ന സ്നേഹമാണത്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ, ഇതിലെല്ലാം ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. അതുകൊണ്ട് അല്ലാഹു വദൂദാണ്, അല്ലാഹു സ്നേഹം